rocking out, headbang going out of my mind. Coming hot, going down, big enough, I leave a crater when I dive. See it from a bird's eye. I'm ready to taste no more nights to slow pick up. നമുക്ക് ഇതുപോലെ തന്നെ ഒരു മേളിലൊരു എറർ ബോക്സ് കൊടുക്കാം. താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചിലപ്പോൾ അടിയിലായി, ഇപ്പോൾ അതുകൊണ്ടാണ് മുകളിൽ കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ലോഗിനും രജിസ്റ്ററിനും കോമൺ ആയിട്ടൊരു മെസ്സേജ് ബോക്സ് യൂസ് ചെയ്യാം. അതായത് ഈ ഒരു ഡിവിൻ്റെ പുറത്താണെങ്കിൽ അതുകൊണ്ട് മുകളിൽ തന്നെ കൊടുക്കുക. പിന്നെ ഒരു പരിപാടി ചെയ്യാം, അത് നമുക്ക് ഇതേ CSS നിന്ന് തന്നെ കോപ്പി ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഫോമിൻ്റെ കണ്ടെയ്നർ പോലെ തന്നെ ഒരെണ്ണം മുകളിൽ വെച്ചിട്ട് അതിനകത്ത് ഇടാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി നേരെ ഞാൻ ഫോമിൻ്റെ ഡിവ് ഏതെന്നുള്ളതൊന്ന് നോക്കാം. ഫോമിൻ്റെ സ്റ്റൈൽ തന്നെ ഒന്ന് കോപ്പി ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫോം കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു കണ്ടെയ്നറാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, ഈ ഫോം കണ്ടെയ്നറിൻ്റെ സ്റ്റൈൽ എന്താണ് ഇവർ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഉദ്ദേശം ഇതാണ്. ഈ ഫോം കണ്ടെയ്നർ പോലെ തന്നെ ഒരു എററിന് വേണ്ടിയുള്ള ഒരു കണ്ടെയ്നർ മുകളിൽ ഇടുന്നു. അതിനകത്ത് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. നമ്മുടെ CSSലേക്ക് വന്നു. CSSൽ നമ്മുടെ ഫോം കണ്ടെയ്നർ സെർച്ച് ചെയ്തു, നേരെ കോപ്പി എടുക്കുന്നു. ഓക്കെ, ഫോം കണ്ടെയ്നറിനകത്ത് എൻ്റെ പേര് നമ്മൾ എറർ കണ്ടെയ്നർ എന്നാക്കി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മാറ്റം വരുത്തേണ്ടി വരിക. അല്ല, മെസ്സേജ് കണ്ടെയ്നർ എന്നാക്കി, എറർ എന്നല്ല, മെസ്സേജ് കണ്ടെയ്നർ എന്നാക്കി. ഓക്കെ, വിഡ്ത്ത് ഹൈറ്റ് നമുക്ക് ഇത്രയും ഹൈറ്റ് വേണ്ട, കാരണം നമുക്ക് ഫോം ഈ ഒരു ഹൈറ്റ് നമുക്ക് വേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മളതിനെ കണ്ടൻറ്റ് അനുസരിച്ചാക്കാൻ വേണ്ടി ഹൈറ്റ് മാത്രം നമ്മൾ ഓപ്ഷനുകൾ നോക്കാം. ഹൈറ്റ് ഞാൻ ഫിറ്റ് കണ്ടൻറ്റ് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടൻറ്റ് അനുസരിച്ച് ഫിറ്റ് വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നേരെ നമ്മുടെ ടെംപ്ലേറ്റിലേക്ക് എത്തി. ഇവിടെ ഞാൻ ഈ ഡിവിനൊരു ക്ലാസ് ഇടുവാണ്, മെസ്സേജ് കണ്ടെയ്നർ. അതായത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് റിഫ്രഷ് ചെയ്തു. മെസ്സേജ് കണ്ടെയ്നർ CSS ലോഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇതന്നെയല്ല ഞാൻ പേര് കൊടുത്ത CSSൻ്റെ. നമ്മുടെ നേരെ CSSൽ പോയി നമ്മൾ കൊടുത്ത പേര് മെസ്സേജ് കണ്ടെയ്നറാണ്, അത് കോപ്പി എടുത്തു. അത് തന്നെ ടെംപ്ലേറ്റ് വന്നിട്ട് നമ്മളതൊന്നുകൂടെ പേസ്റ്റ് ചെയ്തിട്ടു. നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ലോഡ് ചെയ്യിക്കുകയാണ്. നമുക്കാദ്യം ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഇടാം. മീൻസ് അതായത് മെസ്സേജ് അവിടെ നിൽക്കട്ടെ, നമുക്ക് വെറുതെ ആ ഡിസൈൻ മാത്രം ഒന്ന് സെറ്റാക്കാം, എന്നിട്ട് അതിലേക്ക് മൂവ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ മെസ്സേജ് കണ്ടെയ്നർ ഇട്ടു. ഇവിടെ ഡിവ് അതിനകത്ത് ഞാൻ ടൈപ്പ് ചെയ്തു. അതായത് ഒന്നുമില്ല, നമുക്ക് ആ ഡിസൈൻ ഒന്ന് റെഡിയാക്കിയിട്ട് അതിലേക്ക് മൂവ് ചെയ്യാൻ ഓർത്തിട്ടാണ്. റിഫ്രഷ് കൊടുത്തു. ഓക്കെ, ഡിസൈൻ സെറ്റായിട്ടില്ല വരുന്നത്. സേവ് ആയിട്ടുണ്ട്. ഫോം കണ്ടെയ്നർ, മെസ്സേജ് കണ്ടെയ്നർ ഒന്നുകൂടെ ഞാൻ ഇടുകയാണ്. ചില സമയത്ത് നമ്മുടെ CSS ഒക്കെ ചിലപ്പോൾ ലോഡ് ചെയ്യാനായിട്ട് ഒന്ന് റിഫ്രഷ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഇൻസ്പെക്റ്റ് ചെയ്തൊന്ന് റീലോഡ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോം ഇട്ടപ്പോൾ ഇത് ഇത്തിരി താഴോട്ട് പോയി. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഫോം കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് ഇച്ചിരി കൂട്ടുവാണ്.
400 എന്നുള്ളത് ഞാൻ 500 എന്നാക്കി. ഞാൻ ഡിസൈൻ അത്ര നിങ്ങൾക്ക് ഡിസൈൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാൾ ബെറ്ററായി ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എറർ കണ്ടെയ്നറാണ്, പക്ഷേ എറർ കുറച്ചും കൂടെ സ്റ്റൈലാക്കണം. അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു എറർ ഇത് കൊടുക്കുകയാണ്. എറർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഒരു CSS എന്തെങ്കിലും എഴുതാം. കുറച്ചും കൂടെ കസ്റ്റം, സിമ്പിൾ കസ്റ്റം. ഓക്കെ, ഇത് കൊടുത്തേക്കാം. ഒരു സ്റ്റൈൽ കൊടുക്കുകയാണ്, നമ്മുടെ എറർ ഒന്നുകൂടെ ഇതാകാൻ വേണ്ടിയാണ്. മെസ്സേജ് കണ്ടെയ്നറിനകത്ത് ഓക്കെ ഈ ഒരു സ്റ്റൈലിൽ കൊടുത്തേക്കാം എറർ പ്രിൻ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു കസ്റ്റം സ്റ്റൈൽ സെർച്ച് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഡിസൈൻ അത് ഓരോരുത്തരുടെയും ഇതനുസരിച്ച് അവർ നന്നായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഞങ്ങളുടെ പേജ് റിഫ്രഷ് എടുത്തു. അത് ഇവിടെ ഇട്ട് അറിയത്തില്ലല്ലോ, കാരണം നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്നതിനകത്തിടണല്ലോ സ്റ്റൈല്. ഓക്കെ, കുറച്ചും കൂടെ ഭേദമാണ്. ഈ ഡിവ് എടുത്ത് കളഞ്ഞേക്കാം. ജസ്റ്റ് എല്ലേക്ക് മാത്രം സ്റ്റൈൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് മതി. ഇത് ലോങ് സെൻറ്റൻസ് വരുമ്പോൾ എങ്ങനെയാവും എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നേരെ നമ്മൾ കോപ്പി എടുക്കുന്നു. ആ മെസ്സേജ് എന്താണോ എറർ മെസ്സേജ് അതിവിടെ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് എടുത്തിട്ടത് കളഞ്ഞേക്കാം. ഞാൻ ആ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാറ്റിക്കായിട്ട് ഇട്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. റിഫ്രഷ് കൊടുക്കുന്നു. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. സെയിം യൂസർ നെയിം തന്നെ കൊടുക്കുന്നു. ഇമെയിൽ ID കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, അഡ്രസ്സ് കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു, രജിസ്റ്റർ കൊടുത്തു.
ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് യൂസർ നെയിം ഓർ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഹോമിലേക്ക് റീഡയറക്ഷൻ കൊടുത്തു. ഇത് വേണമെങ്കിൽ രജിസ്ട്രേഷൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സക്സസ് മെസ്സേജ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഒരു എൽ ഉണ്ട്, അതെടുത്ത് കളഞ്ഞേക്കാം. ഇതേപോലെ നിങ്ങൾ കണ്ടീഷണലി ചെക്ക് ചെയ്താൽ മതി. ഇവിടേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഗ്രീൻ മെസ്സേജ്, അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിയോ, സക്സസ് മെസ്സേജ് കൊടുക്കുക. അതല്ല അപ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻസും എല്ലാം തന്നെ അവൈലബിൾ ആണ്. അതെന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് മെസ്സേജസ് ഡീൽ ചെയ്യാം. അടുത്ത ഇനി ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യുക, നമ്മുടെ യൂസർ ലോഗിൻ്റെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ views.py വരുന്നു. ഇവിടെ നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും തന്നെ ചെയ്യാം. ആ യൂസർ നെയിം പാസ്വേഡും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാണ്. പാസ്വേഡ് 23456, അഡ്രസ്സ് കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു, രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഇപ്പം യൂസർ രജിസ്റ്റേർഡായി. ലോഗിൻ കൊടുക്കുന്നു. ഓക്കെ, രജിസ്ട്രേഷൻ്റെ വേണമെങ്കിൽ നമുക്കൊരു മെസ്സേജ് കൊടുത്തേക്കാം അല്ലേ. രജിസ്ട്രേഷൻ്റെ മെസ്സേജ് വേണമെങ്കിൽ നമുക്കിതേപോലെ തന്നെ ചെയ്യാം. നമ്മുടെ കസ്റ്റമറിനകത്ത് റീഡയറക്ഷൻ മാറ്റിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടേക്കാം. നമ്മുടെ കസ്റ്റമറുടെ views.py വന്നു. ഇവിടെ ഞാൻ റീഡയറക്റ്റ് ടു ഹോം എന്ന് പകരം messages.success എന്ന് പറഞ്ഞിട്ടു. ഒരു മെസ്സേജസ് യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുൾ എന്നിട്ടു. ഓക്കെ, മെസ്സേജ് സക്സസ് എന്ന് പറഞ്ഞ് ഞാനൊരു സക്സസ് മെസ്സേജ് അടിച്ചു. നമുക്ക് ഹോമിലേക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മുടെ കസ്റ്റമൈസിനകത്ത് ടെംപ്ലേറ്റിലെത്തുന്നു. ടെംപ്ലേറ്റിൻ്റെ അക്കൗണ്ട് ബാനറിലെത്തി. ഓക്കെ, ഇവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് മെസ്സേജസ് പ്രിൻ്റ് ചെയ്തോട്ടെ, പക്ഷേ സ്റ്റൈല് നമുക്ക് സക്സസ്സിനും ഇതിനും രണ്ടെണ്ണം കൊടുക്കണം. അതിന് നമുക്കിവിടെ ഒരു കണ്ടീഷൻ എഴുതാം. കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യാനൊരു വഴിയുണ്ട്. നമ്മൾ നേരെ സ്റ്റൈലിലെത്തി. ഇവിടെ ഞാനൊരു പുതിയ ക്ലാസ് എഴുതുവാണ്. എറർ എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി. ഓക്കെ, എററിനകത്ത് ഞാൻ കളറ് റെഡാക്കി കൊടുത്തു. അതുപോലെ തന്നെ സക്സസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി. ഓക്കെ, ഇതിൻ്റെ കളർ ഞാൻ ഗ്രീൻ ആക്കി കൊടുത്തു. ഓക്കെ, ഇതിന് ശേഷം ഞാൻ നേരെ അക്കൗണ്ട് ബാനറിലെത്തി.
ഇവിടെ ഞാൻ സ്റ്റൈലെന്നുള്ളത് ഇവിടെ എടുത്ത് കളഞ്ഞു. ഇതിന് പകരം ഞാനിവിടെ ക്ലാസ് നിട്ടു. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ ഈ മെസ്സേജിനകത്ത് നമ്മൾ എന്ത് ടൈപ്പാണ് മെസ്സേജാണ് വരുന്നതെന്നുള്ളത് നമ്മൾ മെസ്സേജ് അവിടെ 2 ടൈപ്പ് കൊടുക്കുന്നുണ്ട്. എറർ മെസ്സേജും ഉണ്ട്, സക്സസ് മെസ്സേജും ഉണ്ട്. അത് ശരിക്കും ഈ മെസ്സേജിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടുണ്ട്. അത് മെസ്സേജ് ഡോട്ട് ടാഗ് എന്ന് പറഞ്ഞാണ്. ഞാനിപ്പോൾ ആ ടാഗാണ് അവിടെ ക്ലാസ് നെയിമായിട്ട് കൊടുത്തത്. അതായത് എറർ മെസ്സേജ് ആണെങ്കിൽ ഈ മെസ്സേജ് ഡോട്ട് ടാഗിൽ വരുന്ന വാല്യൂ എററാണ്, അപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ എറർ വരും. സക്സസ് മെസ്സേജ് ആണെങ്കിൽ ആ ടാഗിൽ വരുന്ന വാല്യൂ സക്സസ് ആണ്, അപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ ഇവിടെ വരുന്ന ക്ലാസ് നെയിം സക്സസ് ആണ്, അതുകൊണ്ട് സ്റ്റൈൽ ക്ലാസ്സിൻ്റെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇതൊന്ന് വെച്ചിട്ട് നോക്കാം. ക്ലാസ് നെയിം മെസ്സേജ് ഡോട്ട് ടാഗ്. ഓക്കെ, ഞാനിപ്പം രണ്ടും സ്റ്റൈലും ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ റീലോഡ് ചെയ്യാം. ഓക്കെ, ഇൻസ്പെക്ട് എലമെൻ്റ് നോക്കാം. ക്ലാസ് വന്നിട്ടില്ല, ഒന്നുകൂടെ നോക്കട്ടെ അവിടെ എന്താണ് പ്രോബ്ലം എന്നാണ്. ഓക്കെ, ഇത് ക്യാപ്സ്ലെറ്റാണ് വരുന്നത്, അതായിരിക്കും ഇഷ്യൂ വരുന്നേക്കുന്നത്. ഒന്ന് പ്രിൻ്റ് വെച്ച് നോക്കാം. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഇവിടെ എന്തായിരുന്നു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാഗ് എന്നാണ് കൊടുത്തിരുന്നത്, ടാക്സ് എന്നാണ് വരുന്നത് കേട്ടോ. മെസ്സേജിൻ്റെ ഒക്കെ നമ്മൾ ടാക്സ് എന്നാണ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ മെസ്സേജ് ഡോട്ട് ടാക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എന്ത് ടൈപ്പ് മെസ്സേജാണോ അതവിടെ വരും. ഇൻസ്പെക്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലാസ് കണ്ടോ എറർ എന്നായി. അതേപോലെ നമ്മളൊരു സക്സസ് കണ്ടീഷൻ ഇട്ട് നോക്കാം. നമ്മൾ പുതിയൊരു യൂസറെ കൊടുക്കുവാണ്. മെയിൽ ID കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, അഡ്രസ്സ് കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു, രജിസ്റ്റർ കൊടുത്തു. ഓക്കെ, യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. ഇനി അടുത്ത് നമ്മൾ ലോഗിനിലേക്ക് പോകാം. ലോഗിനിൽ നമ്മൾ ചെയ്യുന്നത് മറ്റേതുപോലെ തന്നെ നമ്മൾ നേരത്തെ മൂവിയിലൊക്കെ ചെയ്ത ലോഗിൻ കണ്ടീഷൻ തന്നെ യൂസർ നെയിമും പാസ്വേഡും ഇൻപുട്ട് ചെയ്യുക. അതിനുശേഷം ആ യൂസർ ഏതാണോ, എക്സിസ്റ്റിംഗ് യൂസർ ഏതാണോ ആ യൂസറിനെ നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ അതായത് ആ യൂസർ മോഡലിൽ ഉള്ള എക്സിസ്റ്റിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ലോഗിന് വേണ്ടി വേണ്ടിയുള്ള നമ്മുടെ ഫങ്ഷൻസ് ഇമ്പോർട്ട് ചെയ്യുക. ഓത്തിനകത്തുനിന്ന് ഇമ്പോർട്ട് ഓതൻറ്റിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഓതൻറ്റിക്കേറ്റും ലോഗിനും ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ നോക്കുന്ന പോലെ തന്നെ ഇനി നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ഇഫ് കണ്ടീഷനിൽ നോക്കുക. റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റും രജിസ്റ്റർ ആണോ എന്ന് നോക്കുന്ന പോലെ തന്നെ ലോഗിൻ ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ലോഗിൻ ആണെങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിനകത്ത് ലോഗിൻ ഉണ്ടോ എന്ന് നോക്കുക. ലോഗിൻ ആണെങ്കിൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഗെറ്റ് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഗെറ്റ് ചെയ്യുക. പോസ്റ്റ് ഡേറ്റയിൽ നിന്ന് യൂസർ നെയിമും പാസ്വേഡും ഗെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ടത്
ഓതൻറ്റിക്കേറ്റ് ഫംഗ്ഷൻ നമ്മളിതെല്ലാം നേരത്തെ ചെയ്തതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓതൻറ്റിക്കേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, അതായത് കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡിലും ഒരു യൂസർ ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓതൻറ്റിക്കേറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. യൂസർ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഒരു യൂസർ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. അതാണ് ഓതൻറ്റിക്കേറ്റ് ഫംഗ്ഷനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അത് ഓതൻറ്റിക്കേറ്റ് യൂസർ ആണെങ്കിൽ ഇവിടെ ഒരു യൂസർ ഒബ്ജക്റ്റ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരു യൂസർ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ യൂസർ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ഫംഗ്ഷൻ കോൾ ചെയ്യുക. ലോഗിൻ ഫംഗ്ഷന് 2 പാരാമീറ്റർ, ഒന്ന് റിക്വസ്റ്റ് പാരാമീറ്ററും 2 യൂസർ ഒബ്ജക്റ്റും. ഓക്കെ, ഇത്രയാണ് ലോഗിൻ ഓപ്ഷൻ വരുന്നത്. ലോഗിൻ സക്സസ്ഫുള്ളി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഹോമിലേക്കൊന്ന് റീഡയറക്ഷൻ ചെയ്യാൻ കൊടുക്കുന്നു. അഥവാ എൽസ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു എറർ മെസ്സേജ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നു. എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് നമ്മൾ മേലേക്ക് എടുത്തിരിക്കുന്ന എറർ തെറ്റാണ്. അത് ഇൻവാലിഡ് ഇൻപുട്ട് ഡേറ്റ എന്ന് കൊടുക്കുക. ഇൻപുട്ട്സ് ക്രെഡൻഷ്യൽസ് എന്നുള്ളത് വേണ്ട, നമുക്ക് ഇൻവാലിഡ് ഇൻപുട്ട്സ് എന്ന് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചു. ഓക്കെ, റിക്വസ്റ്റ് ഇൻവാലിഡ് യൂസർ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നേരെ നമ്മുടെ ഹോം പേജിലേക്ക് വരുന്നു. ആദ്യം നമുക്ക് ഒന്ന് എക്സിസ്റ്റിംഗ് യൂസറെ വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ കൊടുക്കുന്നു. ഓതൻറ്റിക്കേറ്റ് ടേക്സ് 0 to 1 പൊസിഷൻ ആൻഡ് 2 ആയിരിക്കും. ഓതൻറ്റിക്കേറ്റിനകത്ത് ഓതൻറ്റിക്കേറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമ്മളെപ്പോഴും ഓതൻറ്റിക്കേഷൻ്റെ ഇതുപോലെ കീവേഡ് ആർഗ്യുമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഇഷ്യൂ വിളിച്ചത്. ഒന്നുകൂടെ റിഫ്രഷ് എടുത്തത്. അതെന്ത് പറ്റി ലോഗിൻ നടക്കാത്തത്? അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് അഡ്മിൻ നോക്കുവാണ്. അഡ്മിനിൽ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവാലിഡ് ഓക്കെ, ഇൻവാലിഡ് പാസ്വേഡ് ഫോർമാറ്റ് അൺനോൺ ഹാഷിംഗ് അൽഗോരിതം. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്തതിനകത്ത് ഒരു ചെറിയ ചേഞ്ച് വരുത്തി. നമ്മൾ നേരെ ഇവിടെ ഈ യൂസർ ഒബ്ജക്ട്സ് നമ്മൾ ഒരു മിസ്സിങ് പറ്റി. നമ്മൾ സാധാരണ കേസിൽ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളന്ന് മൂവീസ് ചെയ്ത സമയത്ത് ക്രിയേറ്റ് ഫംഗ്ഷൻ അല്ല, സോറി, ഇവിടെ ക്രിയേറ്റ് യൂസർ ഫംഗ്ഷനാണ് വേണ്ടത് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. ഈ ക്രിയേറ്റ് യൂസർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ സാധാ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയല്ല യൂസർ ഒബ്ജക്റ്റിനകത്ത്. കാരണം ഇവിടെ നമ്മുടെ പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആയിട്ടൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഹാഷിംഗ് അൽഗോരിതം യൂസ് ചെയ്ത് പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആയിട്ടൊക്കെയാണ് യൂസർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ക്രിയേറ്റ് യൂസർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ക്രിയേറ്റ് എന്ന് എഴുതിയിട്ടുള്ളായിരുന്നു, അതായിരുന്നു ഇഷ്യൂ വന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അത് വർക്ക് ആയിക്കോളും. നമ്മൾ നേരെ റിഫ്രഷ് ചെയ്യുന്നു. ഒരു പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യുകയാണ്. യൂസർ നെയിം കൊടുക്കുന്നു, ഇമെയിൽ ID കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, അഡ്രസ്സ് കൊടുത്തു, രജിസ്റ്റർ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്യാൻ നോക്കാം.
യൂസർ നെയിം ഹരിനാഥ്, പാസ്വേഡ് 1 2 3 4 5 6. ഇപ്പം ലോഗിൻ എറർ വന്നിട്ടില്ല, പക്ഷേ നമ്മുടെ അതേ പേജ് തന്നെയാണ് റെൻഡർ ചെയ്ത് കയറിയിരിക്കുന്നത്, എറർ മെസ്സേജസ് ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇഷ്യൂ എന്നൊന്ന് നോക്കാം. ഇവിടെ റീഡയറക്റ്റ് കൊടുത്തിട്ട്, റീഡയറക്റ്റിന് അവിടെ റിട്ടേൺ കൊടുത്തിട്ടില്ല. റീഡയറക്റ്റ് ഹോം എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അതാണ് അതിനകത്ത് വന്നത്. അപ്പോൾ ഞാൻ റിട്ടേൺ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഒന്ന് റിഫ്രഷ് ചെയ്തു. CRSR ഓക്കെ, ബാക്ക് അടിച്ചു. റിഫ്രഷ് ചെയ്തു, അക്കൗണ്ട്സിൽ വന്നു, ലോഗിൻ വന്നു. ഒന്നുകൂടെ യൂസർ നെയിം കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ലോഗിൻ കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ അക്കൗണ്ട്സിൽ വന്നു. ഇനി എന്തായാലും നമ്മൾ ഒരു യൂസർ നെയിം കൊടുക്കുന്നു, ഒരു റോങ് പാസ്വേഡ് കൊടുക്കുന്നു, ലോഗിൻ കൊടുക്കുന്നു. ഇൻവാലിഡ് യൂസർ ക്രെഡൻഷ്യൽസ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ക്രെഡൻഷ്യൽസ് വന്നിരിക്കുന്നത് നോക്കി, രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടാബാണ് ആക്ടിവേറ്റ് കിടക്കുന്നത്. നമുക്ക് ഈ ലോഗിൻ ടാബ് ആക്റ്റീവായിട്ട് കൊടുക്കണം. അതിന് നമ്മൾ വ്യൂസിൽ വരുന്നു. അതായത് നമ്മുടെ ആ ടെംപ്ലേറ്റിൻ്റെ ഒരു ടാബ് വൈസ് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ടാബ് വൈസാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രോബ്ലമാണിത്. സാറില്ല, നമുക്കത് ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അതിന് നമ്മൾ വ്യൂസിലെത്തി. വ്യൂസിനകത്ത് നമ്മൾ message.success എന്നുള്ളതിനടുത്ത് ഒരു കാര്യം കൂടെ കൊടുക്കുകയാണ്. നമ്മുടെ ഒരു കോണ്ടക്സ്റ്റ് ഡിക്ഷണറി ഇവിടെ ഇടുന്നു, കോമൺ ആയിട്ട്. ഓക്കെ, ഈ കോണ്ടക്സ്റ്റ് ഡിക്ഷണറിയിൽ രജിസ്ട്രേഷൻ ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഈ message.success രജിസ്ട്രേഷൻ ഇട്ടു. ഓക്കെ, രജിസ്ട്രേഷൻ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ലോഗിൻ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ, രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ട്രൂ ഇട്ടേക്കുന്നു. ഓക്കെ, ലോഗിൻ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഏത് ടാബാണോ ആ ടാബിൽ ഓടിക്കാൻ വേണ്ടി ഒരു സാധനം ഇടുന്നേ ഉള്ളൂ. ഈ കോണ്ടക്സ്റ്റ് ഡിക്ഷണറിക്കകത്ത് രജിസ്ട്രേഷൻ ഫോൾസ് ഇടുന്നു. ഓക്കെ, അതായത് request.post ലോഗിൻ. ഓക്കെ, രജിസ്റ്റർ ട്രൂ ഇടുന്നു. ഓക്കെ, രജിസ്റ്റർ ലോഗിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ഫോൾസ് ഇടുന്നു. ഈ കോണ്ടക്സ്റ്റ് ഡിക്ഷണറിയും കൂടെ നമ്മുടെ ഇതിൽ പാസ് ചെയ്ത് കൊടുക്കുന്നു. account.html പാസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ ടെംപ്ലേറ്റ് വരുന്നു. ഓക്കെ, ടെംപ്ലേറ്റിനകത്ത് നമ്മൾ കണ്ടീഷനിൽ ഓക്കെ, ഇവിടെ നമ്മുടെ രജിസ്റ്റർ ലോഗിൻ ഫങ്ഷൻസ് വർക്ക് ചെയ്യിക്കുന്നുണ്ടല്ലേ. ഇവിടെ നമുക്കൊരു കണ്ടീഷണൽ ലോഡ് കൂടെ കൊടുക്കാം. മീൻസ് ലോഗിൻ എനേബിൾഡ് ആണെങ്കിൽ നമുക്ക് ലോഗിൻ ടാബ് ലോഡ് ചെയ്യിക്കാം. കണ്ടീഷനകത്ത് നമ്മളെന്തായിരുന്നു കൊടുത്തിരുന്നത്? കസ്റ്റമർ ഈസ്.പേ. ഓക്കെ, ഇഫ് രജിസ്റ്റർ ആണെങ്കിൽ നമുക്ക് രജിസ്റ്ററിനുള്ള ടാബ് ലോഡ് ചെയ്യിക്കാം. ലോഗിൻ ആണെങ്കിൽ ലോഗിനുള്ള ടാബ് ലോഡ് ചെയ്യിക്കാം. നേരെ ടെംപ്ലേറ്റിലേക്ക് പോകുന്നു. ഇഫ് രജിസ്റ്റർ നമ്മുടെ സ്ക്രിപ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ രണ്ട് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുതന്നെ നമ്മളൊന്ന് കോൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ടാഗിനെ ബേസ് ചെയ്തിട്ട്. രണ്ട് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനിലാണ് ആ ലോഗിനും ഇതും ഒരു വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഏതാണ്, അപ്പോൾ ഇതിനകത്ത് ഡീഫോൾട്ട് രജിസ്റ്റർ ഫോൾസ് ആണ്.
ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ ജാങ്കോയിലാക്കി ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ സ്ക്രിപ്റ്റിനൊപ്പം ഒരു കണ്ടീഷൻ ഇട്ട് കൊടുത്തു. രജിസ്റ്റർ ആണെങ്കിൽ ഇത് രജിസ്റ്റർ ടാഗ് ഉണ്ടെങ്കിൽ രജിസ്റ്ററിൽ ഓടിക്കുക, അല്ലെങ്കിൽ ലോഗിൻ ടാഗ് ഉണ്ടെങ്കിൽ ലോഗിനിൽ ഓടിക്കുക. റിഫ്രഷ് എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻവാൾഡ് യൂസർ കണ്ടീഷൻസ് വന്നേക്കുന്നത് യൂസറിൻ്റെ എൻട്രി തന്നെ. ഓക്കെ, അഥവാ രജിസ്ട്രേഷൻ്റെ എറർ ആണെങ്കിൽ അത് രജിസ്ട്രേഷൻ എൻട്രിൽ വരും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ നെയിം വെച്ചിട്ട് കൊടുക്കുന്നു, രജിസ്റ്ററെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ രജിസ്ട്രേഷൻ അണ്ടറിലാണ് വരുന്നത്. അതായത് ഇവിടെ നടത്തിയ കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വ്യൂ ഫംഗ്ഷനകത്തുനിന്ന് നമ്മളൊരു വേരിയബിളൂടെ പാസ് ചെയ്ത് കൊടുക്കുന്നു. കസ്റ്റമർ വ്യൂ ഫംഗ്ഷനകത്ത് നമ്മളൊരു വേരിയബിളൂടെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഏത് ടാബാണ് ഇപ്പോൾ കറൻ്റ് ആക്റ്റീവ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളൂ. ആ വേരിയബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ആ ടാബ്സ് ആക്ടിവേറ്റ് ചെയ്യുകയും ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ ലോഗിൻ കഴിഞ്ഞു, രജിസ്ട്രേഷൻ കഴിഞ്ഞു, ലോഗിൻ കഴിഞ്ഞു. അടുത്ത ഇനി നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ അവർക്ക് ശരിക്കും ഈ അക്കൗണ്ട് ടാബിൻ്റെ ആവശ്യമില്ല അല്ലേ. അതേപോലെ തന്നെ ഒരു ഗസ്റ്റ് യൂസർക്ക് ഈ കാർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം ഗസ്റ്റ് യൂസർക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് കാർട്ടും കാണിക്കേണ്ട. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ മൂവിയിലൊക്കെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് ജസ്റ്റ് യൂസർ ഡോട്ട് ഈസ് ഓതൻറ്റിക്കേറ്റഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ മൂവി ചെയ്യുന്ന സമയത്ത് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. അതായത് നമ്മൾ മൂവിയിൽ കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എഴുതാം. നമ്മുടെ നേരെ എന്താ പറയുക, ഈ പ്രൊഡക്ട്സിലേക്ക് വരും. നമ്മൾ നേരെ ടെംപ്ലേറ്റിലെത്തുക. ടെംപ്ലേറ്റ്സിനകത്ത് മെനു എത്തി. ഓക്കെ, മെനുവിൽ ഒരു മെനുവിടെ നമുക്ക് ഇട്ടേക്കാം ലോഗ് ഔട്ടിനുള്ളത്. ഓക്കെ, ഞാൻ ലോഗ് ഔട്ടിന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ ഇടുവാണ്. ലോഗ് ഔട്ട് റിക്വസ്റ്റ് എടുത്തു. അതിനുശേഷം ഞാൻ ലോഗ് ഔട്ട് കോൾ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ലോഗ് ഔട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സെപ്ഷൻ അടിക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പേര് സൈൻ ഔട്ട് എന്നാക്കി. ഓക്കെ, അതിനുശേഷം ലോഗ് ഔട്ട് റിക്വസ്റ്റ് കൊടുത്തു. ഇതിൻ്റെ നേരത്തെ ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ലോഗ് ഔട്ട് ഇവിടെ ലോഗ് ഔട്ട് ആയി കഴിഞ്ഞാൽ അത് റിക്കർസീവായിട്ട് ആ ഫംഗ്ഷൻ കോൾ ആകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. അതിനുശേഷം റീഡയറക്റ്റ് ഹോം കൊടുത്തു. ഓക്കെ, ഇനി urls.py വരുന്നു. ഇപ്പം നമ്മൾ എഴുതിയത് ലോഗ് ഔട്ട് ഫംഗ്ഷൻ എഴുതി, അതിൻ്റെ പേര് സൈൻ ഔട്ട് എന്ന് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. റീഡയറക്റ്റ് ഹോം എന്ന് പറഞ്ഞ് റിട്ടേൺ ഇവിടെ എഴുതണം. റിട്ടേൺ റീഡയറക്റ്റ് ഹോം. ഓക്കെ, urls.py വന്നു. അതിൽ ഞാൻ അതിൻ്റെ URL കൊടുക്കുന്നു. പാത്ത് ലോഗ് ഔട്ട് യൂസ് ഡോട്ട് അക്കൗണ്ടിൽ സൈൻ ഔട്ട് ലോഗ് ഔട്ട് അല്ല, സൈൻ ഔട്ട് കൊടുക്കുന്നു. നെയിം ലോഗ് ഔട്ട്. ഓക്കെ, ഞാൻ ലോഗ് ഔട്ടായി ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പം എന്താ ലോഗ് ഔട്ടായി. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ലോഗ് ഔട്ടും നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേണ്ട. അപ്പം നമ്മൾ മെനുവിൽ അതുകൂടെ ചേഞ്ച് വരുത്തിയേക്കാം. ലോഗിൻ ചെയ്ത്, അതായത് ഗസ്റ്റ് യൂസർക്ക് ആ ലോഗ് ഔട്ട് ഓപ്ഷൻ്റെ നീഡില്ല. അപ്പോൾ അത് മെനുവിലേക്ക് നമുക്ക് ആ ഒരു കണ്ടീഷനോട് എഴുതിയേക്കാം. menu.html വരുന്നു. അതായത് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിൽ മാത്രം മതി ലോഗ് ഔട്ട്. ഓക്കെ, ഇതൊരു എൽസ് ഇട്ടേക്കാം. അതായത് ഇഫ് നോട്ട് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ അക്കൗണ്ട്സ് കൊടുക്കുക, എൽസ് ആണെങ്കിൽ ലോഗ് ഔട്ട്.
ഓക്കെ. ഓക്കെ, ഹോം പ്രൊഡക്ട്സ് അക്കൗണ്ട്. ഇപ്പോൾ ഹോം ഉണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഹോം, പ്രൊഡക്ട്സ്, അക്കൗണ്ട് മാനേജ്മെൻറ്റ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ലോഗിന്, രജിസ്ട്രേഷന്, യൂസർ രജിസ്ട്രേഷൻസ് ഇത്രയും ഡീറ്റെയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ഓർഡർ മാനേജ്മെൻ്റ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം. ഓക്കെ.